ഇങ്ങോട്ട് മാറി നിൽക്കണം. സാറേ, എന്റെ പേര് റഷീദ് എന്നാ. എടാന്നും പോടാന്നും വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഹേമാനിങ് അടുത്ത് വന്നേ. ഇൻസ്പെക്ടർ സാറേ, ഞാൻ കള്ളനും കൊലപാതകയൊന്നുമല്ല. എന്നെ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? സാർ, ഇയാളെ ടൗണിൽ പലയിടത്തും സംശയകരമായ നിലയെ കണ്ടുമുട്ടാറുണ്ട്. ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ധിക്കാരമാണ് പറയാറ്. ഇയാള് ഭയങ്കര അഹങ്കാരിയ സാറേ. നിങ്ങളാരാ? എന്റെ പേര് റഷീദ്. ഒരു ജോലി തേടി ഞാൻ ഈ ടൗണിലെത്തി. ഞാനൊരു കുറ്റവാളിയൊന്നുമല്ല. അങ്ങനെയുള്ള എന്നോട് ഇവർ അപമര്യാദയെ പെരുമാറി. ഞാൻ അതിന് മറുപടിയും പറഞ്ഞു. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ സംസാരിക്കുന്ന അല്പം മയത്തിലായ കൊള്ളാം. എന്റെ സംഭാഷണം സാധാരണ ഇങ്ങനെയാ സാറേ. എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. എന്റെ സുഹൃത്തുക്കളായ ചില മുതലാളിമാരോടൊപ്പം താമസിക്കുന്നു. ചിലപ്പോൾ സുദർശൻ ഹോട്ടൽ, ചിലപ്പോൾ ടി വി, അല്ലെങ്കിൽ ഷാ ഇന്റർനാഷണൽ. മുതലാളിമാരുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? സുഹൃത്ത് ബന്ധം. ഒരുപാട് മുതലാളിമാരുമായി എനിക്ക് ബന്ധമുണ്ട്. അവർക്കൊക്കെ ഈ പട്ടണത്തിൽ എന്തെങ്കിലും സാധിക്കണമെങ്കിൽ ഞാൻ വേണം. ഞാനൊരു വരുമാനം കുറഞ്ഞ പാർട്ടിയാ സാറേ. നിങ്ങളെ കണ്ടാലേ തോന്നില്ലല്ലോ. അത് എന്റെ ഒരു പ്രത്യേകതയാ സാർ. ഓഹോ, ഏതായാലും നിങ്ങൾ പോലീസിന്റെ ഒരു നോട്ടപ്പുള്ളിയായിരിക്കും. ആവശ്യപ്പെടുമ്പോൾ വരേണ്ടി വരും. മനസ്സിലായോ? വരാം സാർ. ജെയിംസ്, യെസ് സർ, ഈയുടെ അഡ്രസ്സും മറ്റു എഴുതി വാങ്ങിച്ചിട്ട് പറഞ്ഞേച്ചേക്ക്. യെസ് സർ. വരൂ. വരൂ ഒരു ജയൻ, കുറച്ചാളായാലും കണ്ടിട്ട്. ജോലി തിരക്കൊണ്ടാണ്. വരണമെന്ന് വിചാരിക്കും. സമയം കിട്ടാം. മോക്ക് സുഖമല്ലേ? ശ്യാമള അടുക്കളയിലുണ്ട്, ഞാൻ വിളിക്കാം. ശ്യാമള ഇങ്ങോട്ട് വരൂ. നോക്കൂ ആരൊക്കെ വന്നിരിക്കുന്നതെന്ന്. അല്ല, ഇതാര് വന്നിട്ട് വളരെ നേരമായോ? ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കയറതേ ഉള്ളൂ. സുഷമയ്ക്ക് ശ്യാമളയെ കാണാതെ ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് കുറെ ദിവസമായി ബഹളം. ഇന്നേ സമയം കിട്ടിയുള്ളൂ. മോൾ അങ്ങനെ ബഹളം വയ്ക്കുന്നുണ്ട്, വല്ലപ്പോഴേക്കും ഒന്ന് കാണാൻ പറ്റുന്നു. പറഞ്ഞു പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം വെറ്റുമ്പോഴേ ചേട്ടന് മനസ്സിലിയൂ. ആ, ശ്യാമളക്കേട്ടാ ഇത് കൊണ്ടുവന്നത്. എന്താ ഇത്? കുറച്ച് മധുരപലഹാരങ്ങൾ. വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല. ഒരു ഗർഭിണിയെ കാണാൻ പോകുമ്പോ എന്തെങ്കിലും മധുരപലഹാരങ്ങൾ സമ്മാനിക്കണമെന്നാണ് ചൊല്ല്. അതുകൊള്ളാം. ഇങ്ങനെ എല്ലാവർക്കും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് നടന്നാൽ മതിയോ? കുറെ മധുരപലഹാരങ്ങൾ സുഷമയ്ക്ക് സമ്മാനിക്കാനുള്ള അവസരം കൂടി നിങ്ങൾ ഉണ്ടാക്കി തരണം. മോളെ, ഗർഭിണിയുടെ പേരും പറഞ്ഞാണ് മധുരപലഹാരങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഞങ്ങൾക്കും കൂടെ പങ്കുവയ്ക്കണേ. നിനക്കിപ്പോ നല്ല ക്ഷീണമുണ്ടല്ലേ? ഈ സമയത്ത് എല്ലാ ഗർഭിണികൾക്കും ക്ഷീണം കാണും. എത്ര പെട്ടെന്ന് നിന്റെ വയറങ്ങ് വലുതായത്. പോടി. ഓ, പെണ്ണങ്ങ് നാണിച്ചു പോയി. ഇതൊക്കെ ഒരു ഭാഗ്യമാ ശ്യാമളെ. എന്താ സുഷമ, 3.5 വർഷം കഴിഞ്ഞു എന്റെ വിവാഹം കഴിഞ്ഞിട്ട്. ഇതുവരെ കരയുന്നോ? ഇതെല്ലാം ദൈവം കൂടെ മനസ്സ് വെച്ചാലേ നടക്കും. ഇനി ഞാൻ വിളിക്കാൻ ഒരു ദൈവം പോലും ബാക്കിയില്ല. സാരമില്ല, സമാധാനിക്കും. എല്ലാം ശരിയാവും. പ്രഷർ ഇപ്പം കൂടിയിട്ടുണ്ട്. കണ്ടില്ലേ കാലിൽ നീര് വന്നിരിക്കുന്നത്? ഏതായാലും ഇനി ഉപ്പ് കുറയ്ക്കണം. പ്രഷർ കൂടിയാൽ പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ഉപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ വളരെ നല്ലത്. ചേട്ടാ, ചേട്ടാ, എന്താ പാല് കുടിക്കാതെ കിടന്നളഞ്ഞത്? എനിക്കിപ്പോ വേണ്ട, നീ കുടിച്ചോ. ഞാൻ കുടിച്ചു. എഴുന്നേൽക്കൂ. അത് പറ്റില്ല, കുറച്ചുകൂടെ കുടിക്കും. അതെ, സുരേഷിന്റെ ഫാദർ തന്നെ. ആക്സിഡന്റോ? ആശുപത്രിയിലോ? മോളെ, അച്ഛൻ പറയുന്ന മോള് വിഷമിക്കണ്ട. സുരേഷിന് ഒരു ചെറിയ ഒരു ഇഞ്ചക്ഷന്റെ കേസേ ഉള്ളൂ സാർ. നടക്കാൻ പോലും വയ്യ സാർ. നിങ്ങൾ ഭയപ്പെടാതിരിക്കണം, എല്ലാം ശരിയാവും. എന്നോട് അയ്യോ മോനെ, ചേട്ടാ, ഡിസ്റ്റർബ് ചെയ്യരുത്. ഡോക്ടർ. അദ്ദേഹം ഉറങ്ങുകയാണിപ്പോൾ. പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ, എന്റെ മോന് ധൈര്യമായിരിക്കും. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഭാഗ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു.
അല്പം ബ്ലഡ് പോയിട്ടുണ്ട്. കയ്യിൽ എന്താണ് ഡോക്ടർ? ഒരു ചെറിയ ഫ്രാക്ചർ, അത്രേ ഉള്ളൂ. ലോറി ഡ്രൈവറെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാൾ നന്നായി മദ്യപിച്ചിരുന്നു. അതാണ് അപകട കാരണം. വലിയ അപകടം ഉണ്ടാകാനൊരു ഭാഗ്യം. സുരേഷ് കാർ ഒരു വശത്തേക്ക് വെട്ടിത്തിരിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലെ എല്ലാം തകർന്നേനെ. ഇതുവരെ ബോധം വന്നില്ലല്ലോ ഡോക്ടർ? ഇത് ബോധക്കേടല്ല, ശാന്തമായി ഉറങ്ങാൻ മരുന്ന് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് നേരത്തെ നല്ല ബോധമുണ്ടായിരുന്നു. നേരം വളരെ ഇരുട്ടി, നമുക്ക് പോവാം. വാമോളെ, നമുക്ക് പോവാം. എല്ലാവർക്കും പോകാം, ഇവിടെ ആരുടെ ആവശ്യമില്ല. വാമോളെ, നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല അച്ഛാ. ഗോപകുമാർ, എനിക്ക് തലയ്ക്കെന്താ? നന്നായി വേദനിക്കുന്നു. ചെറുതായി വേദനിക്കും, സാരമില്ല. അല്പം കഴിഞ്ഞ് മാറിക്കൊള്ളും ഡോക്ടർ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. ശ്യാമളയും പോയിക്കൊള്ളൂ. ഇല്ല, ചേട്ടനെ ഈ നിലയിൽ വിട്ടിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. സിസ്റ്റർ, 2 മണിക്കല്ലേ മരുന്ന് കൊടുക്കേണ്ടത്? മണി 2 ഇപ്പൊ കൊണ്ടുവരും. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ചേട്ടന് മരുന്ന് തരേണ്ട സമയം നോക്കിയിരുന്ന കാരണം ഉറക്കം വന്നില്ല. ഇതാ ഡോക്ടർ മരുന്ന്. ഇനി നാളെ രാവിലെ 6 മണിക്ക് മരുന്ന് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ എടുത്തുതരാം. ഇപ്പൊ കൈക്ക് വേദനയൊന്നുമില്ലല്ലോ? കണ്ടോ, എല്ലാം ക്വൈറ്റ് നോർമൽ.